കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ സവിശേഷത എന്നറിയുമോ? ഇതിനാദാ റബ്ബഹു, അദ്ദേഹത്തിന് ദുരിതം ബാധിച്ചു പോയി, അദ്ദേഹം പ്രയാസത്തിലായി പോയി. ആ സമയത്തും അദ്ദേഹം ചെറുക്കു ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല കേട്ടോ, മരിച്ചു മൺമറഞ്ഞവരോട് ദുആ ചെയ്തിട്ടില്ല കേട്ടോ, ഐക്കല്ല് കെട്ടാൻ പോയിട്ടില്ല കേട്ടോ, നൂല് കെട്ടാൻ പോയിട്ടില്ല കേട്ടോ. നേരെ മറിച്ച് അദ്ദേഹം തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇതിനാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് മാത്രമാണ് ദുആ ചെയ്തത്, തന്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത് കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്നറിയുമോ? അന്നീ മസ്സനിയൽ ദുർറ് വ അന്ത അർഹമുർ റാഹിമീൻ. പടച്ച തമ്പുരാനെ, അയ്യൂബിനിതാ ദുരിതം ബാധിച്ചു പോയി, പ്രയാസം ബാധിച്ചു പോയി, എനിക്ക് ദുആ ചെയ്യാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല തമ്പുരാനെ, എനിക്ക് ശമനം നൽകാൻ നീയല്ലാതെ മറ്റാരുമില്ല തമ്പുരാനെ. അതുകൊണ്ട് അയ്യൂബിനോട് നീ കരുണ കാണിക്കണം. അന്ത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവനാണല്ലോ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച അയ്യൂബിനെ മറക്കരുത് കേട്ടോ വിശ്വാസികളെ. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് അങ്ങനെ അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തു സാദിൽ അല്ലാഹു പറയുകയാണ്, വദ്കുർ അബ്ദനാ അയ്യൂബ്, നമ്മുടെ അടിമയായ അയ്യൂബിനെ നിങ്ങൾ ഓർക്കണേ വിശ്വാസികളെ, അയ്യൂബിനെ നിങ്ങൾ മറക്കരുതേ വിശ്വാസികളെ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനോടാ ദുആ ചെയ്തത്, റബ്ബിനോടാ പ്രാർത്ഥിച്ചത്. അന്നീ മസ്സനിയ ശൈത്താനു ബിനുസുബിൻ വഅദാബ്, പടച്ച തമ്പുരാനെ, പിശാചെന്നെ ദുരിതത്തിലാക്കിയിരിക്കുന്നു, എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് രക്ഷ നൽകണേ തമ്പുരാനെ എന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോടാ ദുആ ചെയ്തത്. നിങ്ങൾ ചിന്തിക്കണം, ഏത് സമയത്താണ് അയ്യൂബ് നബിയുടെ ഈ പ്രാർത്ഥന എന്നറിയുമോ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വീടിന്റെ മൂലയിൽ ഒരു കീറപ്പായിൽ ശരീരമാസകലം വൃണാവൃതമായി കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയും തന്റെ ഭാര്യയുടെ സഹോദരനും അയ്യൂബ് നബി എടുത്തുകൊണ്ടുപോയി കുളിക്കുവാൻ വേണ്ടി ഒരു മറയിലിരുത്തി. ആ മറയിലിരുന്ന സമയത്ത് ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ചലമുലിക്കുന്ന ശരീരം, വൃണാവൃതമായ ശരീരം, ആ ശരീരം വൃണാവൃതമായി വേദനിക്കുന്ന ആ ശരീരം, അതേ ചലമൊലിക്കുന്ന ആ ശരീരം, അത് കണ്ടിട്ട് മനസ്സ് നൊന്നിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞ വാചകമാണ്, പടച്ച തമ്പുരാനെ, പിശാചിടപെട്ട് അവനിതാ എനിക്ക് പ്രയാസമേൽപ്പിച്ചിരിക്കുന്നു, നീ എന്നോട് കരുണ കാണിക്കണമെന്ന ആ സമയത്ത് അയ്യൂബ് നബിയോട് അല്ലാഹു പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അയ്യൂബ് നബിയോട് പറഞ്ഞ വാചകം, ഉർകുൽ ബിരിജിലിക്, ഉർകുൽ ബിരിജിലിക്, അയ്യൂബേ നീ പ്രയാസപ്പെടണ്ട, നീ എന്നോട് ദുആ ചെയ്യുന്നവനാണ്, എന്നോട് പ്രാർത്ഥിക്കുന്നവനാണ്, നീ തൗഹീദിന്റെ വാഗ്ദാവാണ്, നീ സമ്പത്ത് പോയപ്പോഴും മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും രോഗബാധിതനായപ്പോഴും തൗഹീദിൽ അടിയുറച്ചു നിന്ന് ഒരു മുവഹിദാണ് നീ, അതുകൊണ്ട് തന്നെ നിന്നെ സംരക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയാണ്, അതുകൊണ്ട് ഉറുക്കുൽ ബിരിജിലിക, നിന്റെ കാലം നനക്കൂ അയ്യൂബേ. കുളിപ്പുരയിലിരിക്കുന്ന അയ്യൂബ് നബിയോട് അല്ലാഹു പറയുകയാണ്, നിന്റെ കാലം നനക്കൂ. അയ്യൂബ് നബി കാലം നനക്കിയപ്പോ ഹാദാ മുതസലും ബാരിദും വശറാബ്, ആ അയ്യൂബ് നബിയുടെ കാൽച്ചുവട്ടിൽ നിന്ന് നല്ല ശുദ്ധമായ തണുത്ത വെള്ളം പുറത്തേക്ക് വരികയാണ്. ശുദ്ധമായ തണുത്ത വെള്ളം അവിടുന്ന് പുറത്തേക്ക് വരുമ്പോ അയ്യൂബ് നബിയോട് അല്ലാഹു പറയാണ്, അയ്യൂബേ ആ വെള്ളമുണ്ടല്ലോ, നിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഉറവ പൊട്ടി പുറത്തേക്ക് നെറുകളിക്കുന്ന ആ വെള്ളം എടുത്തുകൊണ്ട് നിന്റെ ശരീരമാസകലം പുരട്ടൂ അയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വെള്ളമെടുത്ത് ശരീരമാസകലം അങ്ങ് പുരട്ടിയപ്പോ ആ വെള്ളം സ്പർശിക്കുന്നിടത്തേക്ക് അയ്യൂബ് നബിയുടെ രോഗമങ്ങ് മാറി മാറി വരുന്നു. ആ വെള്ളം പുരട്ടിയിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വെള്ളമെടുത്ത് ശരീരമാസകലം അങ്ങ് പുരട്ടി, ശരീരമാസകലം അങ്ങ് പുരട്ടിയപ്പോ രോഗമങ്ങ് മാറിപ്പോയി, പ്രയാസമങ്ങ് നീങ്ങിപ്പോയി. ആ മറപ്പുരയിൽ നിന്ന് അയ്യൂബ് നബി പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറത്തിതാ കുളിച്ചു കഴിഞ്ഞ് വിളിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ, ആ ഭാര്യ പോലും അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഈ ഒരു അന്യമനുഷ്യൻ, ആരാണ് ഈ അന്യമനുഷ്യൻ? അതേ കുളിപ്പുരയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇയാൾ ആരാ?
ഭാര്യയ്ക്ക് പോലും മനസ്സിലാകുന്നില്ല, ഭാര്യ പോലും തിരിച്ചറിയുന്നില്ല, ഭാര്യയുടെ സഹോദരൻ പോലും തിരിച്ചറിയുന്നില്ല. ഞങ്ങൾ അയ്യൂബിനെയാണല്ലോ അകത്തു കൊണ്ടുവച്ചത്, പുറത്തേക്ക് ഇതാ വേറൊരാളാണല്ലോ വരുന്നത്. അയ്യൂബ് നബിയോട് സ്വന്തം ഭാര്യ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ, എന്താണ് ഇവിടെ? ആ സമയത്ത് പുഞ്ചിരി തൂകിക്കൊണ്ട് മറയിൽ നിന്ന് പുറത്തേക്ക് വന്ന അയ്യൂബ് നബി പറയുന്നു, ഞാൻ മറ്റാരുമല്ല, നിങ്ങൾ എന്നെ കൊണ്ടുവച്ച അയ്യൂബുണ്ടല്ലോ, നിന്റെ ഭർത്താവായ അയ്യൂബുണ്ടല്ലോ, നിന്റെ അളിയനായ അയ്യൂബുണ്ടല്ലോ, ആ അയ്യൂബ് തന്നെയാണ് ഞാൻ. പടച്ച തമ്പുരാൻ എനിക്ക് ശമനം തന്നിരിക്കുന്നു, എന്റെ രോഗം മാറിയിരിക്കുന്നു, എന്റെ പ്രയാസം നീങ്ങിയിരിക്കുന്നു എന്ന് അയ്യൂബ് നബി ആ സമയത്ത് മറുപടി പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നിട്ട്, അതിന് ഇബ്നു ജരീർ തബ്രി തഫ്സീർ എഴുതിയിട്ട് അതുപോലും വായിച്ചു നോക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികളെ വിചാരണ നടത്താൻ വേണ്ടി ഇറങ്ങിയതാണോ നിങ്ങൾ? മുജാഹിദികളെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണോ നിങ്ങൾ? മുജാഹിദികളെ മുശ്രിക്കാക്കാൻ ഇറങ്ങിയതാണോ നിങ്ങൾ? നിങ്ങളെ മടവൂരികൾ പറ്റിച്ചതു തന്നെ.